ഹലോ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ഫോർട്ട് കൊച്ചിയിലോട്ട് പോവുകയാണ്. അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി ചെയ്യണം ഗൈസ്. അവൻ്റെ OnePlus എന്താണെന്നാണ് അതിൻ്റെ പേര്, 13 OnePlus 13 ഇതാണ് OnePlus 13 കുറച്ച് സാമ്പിൾ എടുക്കാൻ വേണ്ടിയാണ് അവൻ വരുന്നത്. നമ്മൾ ലൈക്കയുടെ ക്യാമറയിൽ Q3 വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് അന്നേരത്തെ ബാക്കി എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അതിനോട് ഐഫോണിൻ്റെ വെച്ചും കൂടെ 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കാം ഗൈസ്, എങ്ങനെ ഉണ്ടെന്നുള്ളത്. സ്റ്റാർട്ട് ആയിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ കാണിക്കാം. ഇപ്പോഴത്തെ നമ്മൾ ഫോർട്ട് കൊച്ചി വരെ ഒന്ന് പോട്ടെ ഗൈസ്. നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ പോവുകയാണ് നമ്മുടെ ശകടത്തിൽ. റെയിൻകോട്ട് വാങ്ങിക്കാൻ പോയാലോ സാറേ? ഓക്കെ ഗൈസ്, എൻ്റെ ഓറഞ്ച് ഫോണിന് ചേർന്ന് ഞാൻ ഓറഞ്ച് ബാഗ് സൂപ്പർ ഡ്രൈ ഇടാം. അയ്യോ തുറന്നു. മെക്സിക്കനാ? മെക്സിക്കൻ 2 ദിവസമായില്ലേ പോയിട്ട്? 2 ദിവസമായി. കൊള്ളാം, നല്ല ഹെൽത്തി ഫുഡ്. എനിക്ക് മറ്റേ സക്ഷൻ കപ്പ് മേടിച്ചൂടെ ഫോൺ വെക്കുന്നത്? അപ്പൊ ഹാൻഡ്സ് ഫ്രീ ഓടിച്ചോണ്ടിരിക്കുമ്പോ ആ POV കിട്ടുമല്ലോ എനിക്ക്. യെസ്, അതൊക്കെ വാങ്ങണം ഗൈസ്. ഇവിടെ എവിടെയെങ്കിലും ഒട്ടിച്ച് വെച്ചിട്ട് ചെയ്യണമെന്നുള്ള പരിപാടിയിലൊക്കെ ഉണ്ട്. അത് ഇവിടെ ഡാഷ് വെച്ചിട്ടും ഇങ്ങനെ വരുമല്ലോ, തള്ളി നിൽക്കുമല്ലോ. പിന്നെ നോക്കട്ടെ ഗൈസ്, ഇതൊക്കെ ഇങ്ങനത്തെ കിടിപിടികളൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പം അതൊക്കെ മൗണ്ടുകൾ കുറേ വാങ്ങിക്കാനുണ്ട്. മറ്റേ X5-നും വാങ്ങണം എനിക്ക്, ബൈക്കിൽ വെക്കാനുള്ളത്. ഇപ്പം 2-3 സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അത് പ്രോപ്പർ എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ചു വരുന്നതേ ഉള്ളൂ. ആണോ? എന്തെങ്കിലും ഞാൻ നോക്കടാ, ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ സാധനം കൊള്ളാന്ന് നോക്കിയിട്ട് ഞാൻ വാങ്ങിച്ചാൽ പോരെ? അപ്പം വലിച്ചു പറിച്ചെടുക്കാം. ഒരു പാട് വരുമോ? ശരി ഗൈസ്, നമ്മൾ ഫോർട്ട് കൊച്ചി പോയിട്ട് വരാം. ബൈ. അങ്ങനെ ഗൈസ്, നമ്മൾ കുണ്ടന്നൂർ എത്തിയിരിക്കുകയാണ്. സാറേ, മുട്ട പപ്സ് കഴിക്കാൻ പോയല്ലോ. ഞാൻ ഫുൾ മുട്ട കിട്ടുന്ന പപ്സ് വാങ്ങിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് ഞാനും കഴിച്ചിട്ടില്ല. ഒരു മുട്ട പപ്സിന്റെ അകത്ത് ഫുൾ മുട്ട. എനിക്കറിഞ്ഞൂടെ ചീസ് ഉണ്ട്, അവിടെ വേറെ എന്തൊക്കെയുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ ഈ തേവര ഭാഗത്ത് എന്താണ്, അപ്പൊ അവിടെ പോയി ആ പപ്സും കഴിച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നു. ആദ്യം ഫുഡ്, പിന്നെ ഷൂട്ട്. പിടിക്കടാ പോലീസ്. നമ്മൾ ഫോർട്ട് കൊച്ചിയിലെ ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഷോർട്ട് സിഗ്നലാണിത്. പോലീസുകാരെ അങ്ങനെ 2 വണ്ടിയെ കടത്തി വിടും. സത്യം കേട്ടാ, ഈ സിഗ്നൽ കുറച്ച് സീനാണ്. പറഞ്ഞു ഫ്ലൈവല്ല. ഓക്കെ. അപ്പൊ ഇവിടെ എവിടെയാണ് ഗൈസ് നമ്മുടെ മുട്ട പപ്സ്? തേവര എനിക്ക് തോന്നുന്നു ആ പാലം കഴിഞ്ഞിട്ടാണ്, അടുത്ത പാലം കഴിഞ്ഞിട്ടാണ്. ലെഫ്റ്റ് സൈഡിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉള്ള ഒരു സംഭവം തുടങ്ങി വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ തേവരപ്പാലം കയറാൻ പോവുകയാണ് ഗൈസ്. ഇതെന്താണ് വള്ളി? ഓ, മറ്റേ കാറ് കഴുകാനുള്ള കളർഫുൾ സാധനങ്ങൾ. അത്യാവശ്യം ഒന്ന് വെയിൽ, മഴയില്ലാന്ന് തോന്നുന്നു. നമ്മൾ മുട്ട പപ്സ് കഴിച്ച് തീരുന്നവരെ മഴ പെയ്യായിരുന്നാൽ മതിയാണ് ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ ഇന്നൊരു ചേഞ്ചിന് ഫോർട്ട് കൊച്ചി പോകുന്നില്ല, വെല്ലിംഗ്ടൺ ഐലൻഡിൽ പോയിട്ട് ഫോട്ടോ സാമ്പിൾസ് എടുക്കാന്നുള്ള പ്ലാനാണ്. കഴിഞ്ഞ തവണ എൻ്റെ ഒരു ഓർമ്മയിൽ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ വെല്ലിംഗ്ടൺ ഐലൻഡ് ഇതേപോലെ പോയായിരുന്നേ. എന്റെ ദൈവം, ഇടയിൽ കുറെ പട്ടികൾ അവിടെ കിടക്കുകയായിരുന്നേ റോഡിൽ. ഞാൻ പോയി ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നത്, ഉറങ്ങി കിടന്ന പട്ടികൾ ചാടി എന്റെ പുറകെ അറ്റാക്കിംഗ് ആയിട്ട് വന്നതാ. അവസാനം നാട്ടുകാരെല്ലാം കൂടെ ഓടിക്കൂടിയാണ് എന്നെ രക്ഷിച്ചത്. അതോടെ എനിക്ക് വെല്ലിംഗ്ടൺ ഐലൻഡ് ഒരു ട്രോമയായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഡോഗ് ലവർ എന്നുള്ള രീതിയിൽ ഞാൻ പോയി ഫോട്ടോ എടുത്തതാണ്. കോമഡി ആയിരുന്നു. എന്നെ മിക്കവാറും മറ്റേ പൊക്കിളിന് മുകളിൽ ഇഞ്ചക്ഷൻ എടുക്കേണ്ട സിറ്റുവേഷനിലാക്കിയത്. ഇനിയിപ്പോ സൂം ചെയ്തിട്ടുള്ള ഫോട്ടോ എടുപ്പുള്ളൂ. പട്ടികളുടെ അടുത്ത് പോയിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഗൈസ്. ഒത്തിരി സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇവരുടെ ക്യാരക്ടർ എപ്പോഴാണ് മാറുന്നതെന്നുള്ളത്. പ്രത്യേകിച്ച് ഈ റോഡിൽ കിടക്കുന്ന പട്ടികൾ. ഞാൻ അന്നത്തോടെ ആ ലെസൺ പഠിച്ചത്. ഞാൻ ഭയങ്കര കാര്യമായിട്ട് പോയി സൂമൊക്കെ ചെയ്ത് തൊട്ടടുത്തുനിന്നേ ഉറങ്ങുന്ന പട്ടിയല്ലേ. എന്നിട്ട് എനിക്ക് തോന്നുന്നു എണീച്ചപ്പോ കണ്ട് പേടിച്ചതാണെന്ന് പറഞ്ഞൂടെ. ഇനി എന്നെ ക്യാമറ വെച്ചോണ്ട് ഇത് ആരടാന്ന് പറഞ്ഞിട്ട് ആ ഒരു വയലൻസ് കാണിച്ചതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നല്ല ഫോട്ടോസ് ആയിരുന്നു കേട്ടോ. അത് ഞാൻ എന്തോ ഒരു വർക്ക്ഷോപ്പിന് വേണ്ടി എടുത്ത സാധനമാണ്. അത് ഞാൻ പറ്റുമോ നോക്കട്ടെ, എൻ്റെ കമ്പ്യൂട്ടറിലുണ്ടെങ്കിൽ ഞാൻ ആ പട്ടികളെ കാണിച്ചു തരാം. അപ്പൊ ശരി ഗൈസ്, നമ്മൾ മുട്ട പപ്സ് ഏരിയയിലോട്ട് എത്തട്ടെ. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ എത്താൻ പോവുകയാണ്. ആ പപ്സിന്റെ കട ഇവിടെ എവിടെയാണ് കണ്ടത്? അത് ഒരു സൂപ്പർ മാർക്കറ്റ് എന്തോന്ന് അതിന്റെ പേര്. ഒരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ലെഫ്റ്റ് സൈഡിൽ. നമുക്ക് അവിടെ പപ്സ് 4 മണിക്കൊക്കെ ഉണ്ടാക്കും എന്നാണ് ഞാൻ ഈറ്റ് കൊച്ചിയുടെ വീഡിയോ കണ്ടപ്പം അവർ പറഞ്ഞത്.
അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. ചൂടോടെ ചുട്ട പഴുത്ത പപ്സാണ് നമ്മുടെ പ്രതീക്ഷ. ഇതാണോ? അതാണല്ലേ? ഇതല്ലേ? ആ, ഇത് തന്നെയാണ് സംഭവം. പക്ഷേ ഇതിൻ്റെ എൻട്രൻസ് ആണ് ഞാൻ നോക്കുന്നത്. എങ്ങനെയാണ് എൻട്രൻസ്? ഓ, ഇങ്ങനെ വണ്ടിയല്ലോ ഉണ്ടോ? ഇല്ലല്ലോ. നേരെ കാണുന്ന പഫ് ഫാക്ടറി. ഓക്കെ ഗൈസ്, നമ്മൾ എത്തിയിരിക്കുകയാണ്. ഓ യാ, നമ്മൾ പഫ് ഫാക്ടറിയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. സുഹേറിന്റെ വിശപ്പ് മാറ്റാൻ നമ്മൾ പഫ് ഫാക്ടറിയിൽ വന്നിരിക്കുകയാണ് ഗൈസ്. പഫ്സ് കഴിച്ചിട്ട് നമ്മൾ വ്ളോഗല്ലല്ലോ, നമ്മളൊന്നും ഫോട്ടോ എടുക്കുന്നുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പൊ ശരി, വരാം. ക്ലാസിക് ബീഫ് ഉണ്ട്, ബീഫ് എന്തൊക്കെയാണോടാ? ഒരു ക്ലാസിക് ബീഫ്, ചീസി ചിക്കൻ ഉണ്ട്, ഓജി എഗ്, ഫുൾ മുട്ട. ബ്രോ, ഫുൾ മുട്ട കിട്ടുന്ന പഫ്സ് 2 ചീസി ചിക്കൻ, ഒരു ചീസി ചിക്കൻ, ഒരു ലൈം ജ്യൂസ്. അത് ലൈം ജ്യൂസ്, വേറെ ക്ലാസിക് ബീഫ്. ക്ലാസിക് ബീഫ് മൊത്തം തിന്ന് നിർത്തണം കേട്ടോ. അതൊക്കെ വിശന്നിട്ടാണല്ലേ വയറ് കാലിയാക്കിട്ട് പഫ് ഫാക്ടറി വന്നിരിക്കുകയാണ്. ഇവിടെയാണ് ഫേമസ് ഓജി പഫ്സ്. റോച്ചൻ പഫ്സിന്റെ ഒരു ഷോറൂം തന്നെയാണ് ഗൈസ്. ഓ നൈസ്, നല്ല സെറ്റാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. എല്ലാം പാക്ഡ് ആണ്. നൈസല്ലേ? വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടന്നു. ചൂടുണ്ട്. നമ്മൾ കഴിക്കാം. കെച്ചപ്പൊക്കെ വെച്ചിട്ട് പേ ചെയ്തിട്ട് വരാം ഗൈസ്. ഗൈസ്, പഫ്സ് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അത് കൊള്ളാം കേട്ടോ. നല്ല സെറ്റപ്പ്, നീ ഇഷ്ടപ്പെട്ടു? വെയിറ്റ് ഇല്ല, വെയിറ്റ് ടൈമിംഗ് ഒന്നുമില്ല. ജസ്റ്റ് വരിക, ഇത് വാങ്ങിക്കുക, പോവുക, ആ ഒരു സെറ്റപ്പ് സംഭവമാണ്. വേറെ ഏതാ നിന്റെ എഴുതിയിട്ടില്ല? 2 മുട്ടയാ. ആണോ? മറ്റതും നീ തന്നെ കഴിച്ചു. എനിക്കൊരു മുട്ട മാത്രം മതി. ശരി കഴിച്ചു. ഞാൻ എന്തായാലും ഓജി പഫ്സ് കഴിച്ചിട്ട് വരാം. ഇതാണ് നമ്മളെ ലൈം ജ്യൂസ്. പഫ്സും ലൈം ജ്യൂസും, വാട്ട് എ ഡെഡ്ലി കോമ്പിനേഷൻ. ഇത് കഴിഞ്ഞിട്ട് ഇനി ഷൂട്ട് ചെയ്യാൻ പോകണം ഗൈസ്. ഫോട്ടോസ് ഏതെങ്കിലും കുറച്ചെങ്കിലും കിട്ടുമെന്ന് നോക്കാം അല്ലേ? വെല്ലിംഗ്ടൺ ഐലൻഡില് ഞാൻ നോക്കുമ്പോൾ ഈ വിജനമായ റോഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് മതി, അവിടെ ഉള്ളില് കുറച്ച് പോയാൽ കിട്ടും. അപ്പൊ എന്തായാലും കഴിച്ച് ഇതൊന്ന് പെട്ടെന്ന് കഴിച്ചിട്ട് നമ്മൾ വെല്ലിംഗ്ടൺ ഐലൻഡിലോട്ട് പോകാം. ശരി, ഒന്ന് കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം എൻ്റെ അഭിപ്രായം. എങ്ങനെയുണ്ട് ഓജി പഫ്സ്? ടേസ്റ്റ് ഉണ്ടോ? മസാല എങ്ങനെയുണ്ട്? ഭയങ്കര ജ്യൂസി ആണോ? ഉള്ളിൽ ഡ്രൈ അല്ല. ഓ മൈ ഗാഡ്, പറഞ്ഞിട്ട് എനിക്കും കഴിയാൻ. പക്ഷെ അതിന്റെ കളറൊക്കെ ഡിഫറെന്റ് ആണ് കേട്ടോ. ബാക്കി സാധാരണ നമ്മൾ കാണുന്ന പോലെ അല്ല. ആണ് പഫ്സ്. ഞാൻ വ്ളോഗ് നല്ല ക്രിസ്പാണ് കേട്ടോ. തുറമ്പോൾ തന്നെ അറിയാം. വരണ്ടേ കഴിച്ചാൽ പഫ്സ് വെളി കിടക്കട്ടെ. ഇതാണ് പഫ്സ്. എന്നാൽ തുറമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ക്രിസ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. രസം, നല്ല ഒരിഞ്ഞ പഫ്സ്. ഞാനത് കാണിച്ചു തരാം. പൊടിയൊക്കെ ആണോ മോത്ത്? കൊള്ളാം കേട്ടാ. പക്ഷെ ഫുൾ മുട്ട ഉണ്ടോ? ഹാഫ് അല്ലേ? ഉള്ളിൽ ഹാഫ് ഉള്ളൂ. ഫുൾ മുട്ട എന്ന് പറഞ്ഞിട്ട് എനിക്കിത് ഹാഫ് മുട്ടയല്ലേ ഉള്ളൂ. നോക്കട്ടെ, കടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി അതിൻ്റെ അകത്തുനിന്ന് വേറെ വല്ലതും വേണം. അപ്പോൾ സോറി ഗൈസ്, കറക്ഷൻ, ഫുൾ മുട്ട അല്ല, അത് ഹാഫ് മുട്ടയാണ്. 2 മുട്ടേൻ്റെ 2 പഫ്സിൻ്റെ ഉണ്ട്. ഉണ്ട്, ലെയർ ചെയ്ത് വെച്ചേക്കാം. അപ്പൊ ഉണ്ടോ? നീ ആനെ കടിയടിച്ചപ്പോൾ നീ അറിഞ്ഞില്ല 2 മുട്ട ഉണ്ടാവും ഗൈസ്. അത് പാതി ഇങ്ങനെ ലെയർ അടുക്കി വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യില്ല അതിൻ്റെ അകത്ത്. നമ്മൾ വിചാരിക്കുന്നുണ്ട് ഫുള്ളായിട്ട് ഇരിക്കണമെന്നല്ലേ വിചാരിക്കുള്ളൂ. അതല്ല, കട്ട് ചെയ്തിട്ട് 2 ലെയറായിട്ട് വെച്ചിരിക്കുന്നത് ഗൈസ്. അതാണ് സംഭവം. പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി. നല്ല ലൈക്ക് നോർമൽ പഫ്സിനോടും അടിപൊളിയുണ്ട്.
ഇപ്പൊ കാർത്തികിന് ഒരു ദിവസം ഉണ്ടാവും ജോലിസുണ്ട്. അവനെ ഇഷ്ടപ്പെടും. ബീഫ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, പക്ഷെ ഭയങ്കര ചെറിയൊരു സാധനം. അത്രേ ഉള്ളൂ, വലിയ വിലയൊന്നുമില്ല. നമ്മള് ബീഫ് പപ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഹെവി ആയിരിക്കുന്നത്. കായ മൊത്തം അതിൻ്റെ അകത്തേക്ക് തരാം. പക്ഷെ കൊള്ളാം, ശരി ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ട്. സ്പൈസിയാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കൂലേ ബീഫ് കറി, ആ ഒരു ടേസ്റ്റാ. നാടോ നാരങ്ങോളം ഓർഡർ ചെയ്തപ്പോൾ ഒരെണ്ണേ പറഞ്ഞോളൂ കേസ്. കൊള്ളാം കേട്ടോ, ലൈം ജ്യൂസും എല്ലാം അറിയാലോ. കൊള്ളാം, രസം, നല്ല കോമ്പിനേഷൻ. എല്ലാവരും ഹോംലി ടേസ്റ്റ്. കഴിച്ചത് ഈ ഫില്ലിംഗ് ഒക്കെ അത്യാവശ്യം നല്ലപോലെ ഉണ്ട്. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കൂലേ? കൊള്ളാം, നല്ല അടിപൊളി ടേസ്റ്റ്. ബീഫ് കുറച്ചുകൂടെ കൊള്ളാം. ബീഫ് കൊള്ളാം, രണ്ടിൻ്റെ മസാല കൊള്ളാം കേട്ടോ, അതെ ടേസ്റ്റ് ഉണ്ട് കഴിച്ചു. ബീഫ് ലവറാണ് കറക്റ്റ് ഒരു വീട്ടിൽ പോയി കഴിക്കണ മകനവൻ കഴിക്കുന്നുണ്ട്. അതിന് ഒരു ചിക്കൻ പഫ് കൂടെ ഉണ്ട് കേട്ടോ, അതും കൂടെ കഴിച്ചു. അടുത്ത ചിക്കൻ കറിയാ അല്ല, ക്ലാസിക് അല്ല, ചീസി ചിക്കൻ. ചീസി ചിക്കൻ പഫ്സ് എങ്ങനെ ഉണ്ടോ ഗൈസ്? ചീസ് ഉണ്ടാകുന്ന അവിടെ ചീസ് ഫുൾ അടിച്ചോക്കാം. ഹാഫ് എടുക്കൂ. ഒരു ആദ്യം വേണ്ട, എനിക്കൊരു കടി മതിയായിരുന്നു കേട്ടോ. ഇതാണ് ചിക്കനും ചീസും ഗൈസ്. നോടാ കഴിച്ചോ. ചീസ് കൂളായ പോലെ തണുത്തു പോയി ചീസ്. എനിക്കിഷ്ടപ്പെട്ടു. ചെറിയ ചിക്കൻ പൈയുടെ ഒക്കെ ടേസ്റ്റ്. ഒരു പൈ ചീസ് ജ്യൂസി അല്ല, ഡ്രൈയാ. എന്തെങ്കിലും ചൂടോടെ കഴിക്കുമ്പോഴേ ഇത് വരും. പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സൂപ്പർ സാധനം. 3 ദിവസം കൊള്ളാം. കുറച്ച് ആൾക്കാർ കൂടി, ക്രൗഡ് കൂടി കേസ്. അപ്പം എനിക്കൊരു ചെറിയ ചമ്മലായി. ഞാൻ കാറി കയറിയിട്ട് ബാക്കി എന്നെ കാണിച്ചോ കറക്കല്ലേ. അങ്ങനെ ഗൈസ് നമ്മൾ പഫ് ഫാക്ടറിയിൽ നിന്ന് പഫ്സൊക്കെ കഴിച്ച് ഇറങ്ങിയിരിക്കും. എനിക്ക് ആ പഫ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ടേസ്റ്റ്. അതിന് ഓവർ എരിയൽ അങ്ങനെയൊന്നുമില്ല, നല്ല പ്രോപ്പർ മസാല, കറക്റ്റ് ലെവലിലുള്ള സ്പൈസും സംഭവങ്ങളും എല്ലാം. പിന്നെ അവൻ്റെ ബീഫ് അതും സ്വയം അല്ലേ, കറക്റ്റ് ഒരു ഹോം മെയ്ഡ് മസാല പോലത്തെ ടേസ്റ്റ്. ഉള്ളിയൊക്കെ കയറ്റി ആ ഒരു നല്ല ടേസ്റ്റുള്ള ബീഫ്. അതിൻ്റെ അകത്ത് പീസൊക്കെ ഉണ്ട് അത്യാവശ്യം. പിന്നെ ചിക്കൻ ചീസ് അതൊരു പൈയുടെ ഒക്കെ ടേസ്റ്റ്, ചീസ് പൈയുടെ ഒക്കെ അത് കുറച്ച് തണുത്താണ് ഇരുന്നത്. അത് നല്ല ചൂടോടെ തിന്നാൽ നല്ല ടേസ്റ്റ് ആയി കേട്ടോ. കുറച്ച് പെപ്പറും സംഭവങ്ങളും എല്ലാം ഉണ്ട്, ചീസും എല്ലാം ആയിട്ട്. സംഭവം കൊള്ളാം, നല്ല വന്ന് ചില്ല് ചെയ്ത് കഴിക്കാൻ. അത്യാവശ്യം നല്ല ജനമുണ്ട് കേട്ടോ അവിടെ മൊത്തം ഫുഡ് കോർട്ടിൽ. അപ്പൊ ആൾക്കാർ കൂടിയപ്പോ എനിക്കൊരു ചെറിയ ചമ്മലായി കേസ്. അതാണ് ഞാൻ അവിടെ വെച്ച് അഭിപ്രായം പറയാതെ. ഇതിലിപ്പോ ആഡ് ഓൺ ആയിട്ട് വേണമെങ്കിൽ ഇവർക്ക് സ്വന്തമായിട്ട് ഡിപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അടിപൊളിയായിരിക്കും. ഈ കെച്ചപ്പ് കൊടുക്കുന്ന പരിപാടി നിർത്തി ഞാമല്ലാടെ ഈ സാധനങ്ങള് അതങ്ങനെ തന്നെ കഴിക്കണതാണ് നല്ലത്. അതിന്റെ കെച്ചപ്പ് മുക്കിയാലും അതിന്റെ ടേസ്റ്റ് കയറി വരും, മനസ്സിലായല്ലേ? അപ്പം പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളി, നല്ല പഫ്സ്. ആസ് എ പഫ് ലവർ ഐ ആം ഹാപ്പി. അങ്ങനെ ഉണ്ടാണ് സുഹേറെ നിന്റെ സംഭവം കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ കെച്ചപ്പ് സെർവ് ചെയ്യണ പകരം അവര് ഡിപ്പ് ഒരു ഓപ്ഷനിൽ വെച്ചിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷെ വേറെ ഒരുപാട് പേർക്ക് കെച്ചപ്പ് മുക്കി തിന്നുന്ന ഇഷ്ടമാണ്. പണ്ടൊക്കെ ഞാനും തിന്നുമായിരുന്നു, ഇഷ്ടംപോലെ കെച്ചപ്പ് വെച്ച് തിന്നിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷേ ഇപ്പോഴാണ് നമുക്ക് ഈ ഫുഡ് അതിൻ്റെതായ ടേസ്റ്റ് കിട്ടണം, ആ ടേസ്റ്റിൽ കഴിക്കണം എന്നൊക്കെ ഇത് വന്നത്. പണ്ട് നമ്മളിങ്ങനെ തന്നെ കെച്ചപ്പൊക്കെ മുക്കി അതിനെ മൊത്തം കെച്ചപ്പിൽ കവർ ചെയ്തിട്ട് എങ്ങനെ തിന്നോണ്ടിരുന്ന. അല്ല, മധുരം കയറില്ല കയറൂടെ. പക്ഷെ അത് ഒത്തിരി കെച്ചപ്പ് കഴിച്ചാണ് എനിക്ക് കിഡ്നി സ്റ്റോൺ വന്നത്. മൊത്തം നമ്മൾ ഒരുപാട് ഓവർ കെച്ചപ്പ് കഴിച്ചുകൂടാ. അപ്പൊ അതോടെയാണ് ഞാൻ കെച്ചപ്പ് സ്റ്റോപ്പ് ചെയ്തത്. ഈ കെച്ചപ്പൊക്കെ പ്രോസസ്ഡ് ആണല്ലോ. ടൊമാറ്റോ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോൺ വരും. അതുകൊണ്ട് ഞാൻ ദുബായിലും ആയിരുന്നല്ലോ, അവിടെ എല്ലാത്തിനോടെയും കെച്ചപ്പാണ്. മറ്റേ ബർഗർ വാങ്ങിക്കുമ്പം മറ്റേ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാത്തിനോടെയും കെച്ചപ്പ് ഓവറായിട്ട് കഴിച്ചു കഴിച്ചാണ് കിഡ്നിക്ക് എനിക്ക് യൂറിക് ആസിഡ് കൂടി സ്റ്റോൺ വന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം കഴിച്ചത്. എപ്പോഴാണോ ആർക്കാണോ സംഭവിക്കാവുന്നൊരു സാധനമാണ്. യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്യുക, കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടോ എന്ന് ഇടയ്ക്ക് സ്കാൻ ചെയ്യുക. ആ പെയിന് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ സ്വർഗമാണ്, അൺബെയറബിൾ. ഞാനത് കുറെ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോഴേ പറയുന്നത്. കെച്ചപ്പൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക ഗൈസ്, അത് കുറച്ച് കഴിഞ്ഞാൽ നല്ലതാണ്.
റെഡ് മീറ്റും കെച്ചപ്പും ആണ് ഏറ്റവും വലിയ വില്ലൻ എൻ്റെ ലൈഫിൽ. പ്രോൺസും ഈ 3 സാധനങ്ങളാണ് കഴിച്ചുകൂടാത്തത്. കിഡ്നി സ്റ്റോണും യൂറിക് ആസിഡും കൂടാതിരിക്കാനായിട്ട്. അപ്പം ഇതെന്തായാലും കൊള്ളാം ഗൈസ്. കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക. പഫ് ഫാക്ടറി ഇത് ഈ തേവര പാലം കഴിഞ്ഞ് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ്, തോപ്പുംപടി എത്തുന്നതിന് മുമ്പേ. അപ്പോൾ എന്തായാലും നമ്മൾ വെല്ലിംഗ്ടൺ ഐലൻഡിൽ പോയിട്ട് അവിടുത്തെ സിറ്റുവേഷൻ നോക്കട്ടെ ഗൈസ്. ബൈ. അങ്ങനെ ഗൈസ് നമ്മൾ വെല്ലിംഗ്ടൺ ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി കുറച്ച് ഫോട്ടോ സാമ്പിളും എടുത്തിട്ട് അവന് OnePlusഉം എൻ്റെ ലൈക്കയുടെ ക്യാമറ വെച്ചിട്ടും കുറച്ച് ഫോട്ടോസ് എടുക്കാൻ നോക്കാം ഗൈസ്. എന്നിട്ട് പറ്റുമെങ്കിൽ ഐഫോൺ വെച്ചിട്ടും കൂടെ എന്തെങ്കിലും കിടക്കുക. എല്ലാം എടുത്തിട്ട് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. ബിക്കോസ് ഇത് പിടിച്ചോണ്ട് നമുക്ക് എല്ലായിടത്തും പോയി ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. ഇത് ഞാൻ ബാഗിൽ വെക്കാൻ പോവുകയാണ്. ബൈ ഗൈസ്. അങ്ങനെ നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് പറ്റുന്ന പോലെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇവൻ്റെ OnePlus വെച്ചത് ഇതാണ് മെയിൻലി വന്നത്. അതെ, എനിക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സമയം വേണം ഗൈസ്. എനിക്ക് ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് ഫ്രെയിമൊക്കെ നോക്കിയെടുക്കാൻ കുറച്ച് സമയം വരും. ഒരു അടുത്തിനി എന്തായാലും ഐഫോണിൻ്റെ ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാന്നുള്ള പ്ലാനിൽ ഇരിക്കുകയാണ്. അവിടെ നിന്നൊക്കെ പോയി 17 Pro Maxൻ്റെ കുറച്ച് ഫോട്ടോ സാമ്പിൾസ് എടുത്ത് വീഡിയോ ആക്കുന്നതായിരിക്കും. പക്ഷെ പറ്റിയൊരു സ്ഥലം കിട്ടണം അവിടെ. കുറച്ച് പരീക്ഷിക്കാൻ പറ്റിയ വസ്തുക്കളൊക്കെ ഉള്ള ഫോർട്ട് കൊച്ചി തന്നെ ആയിരിക്കും മിക്കവാറും ഞാൻ എത്തുന്നത്. എന്തായാലും നോക്കാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഫോട്ടോഷൂട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞ് എങ്ങനെയുണ്ടാണ്? നമ്മൾ വന്നത് കുറച്ച് ലേറ്റ് ആയി, എന്നാലും കുഴപ്പമില്ല. നമുക്ക് എന്തായാലും അത്യാവശ്യം ലൈക്ക് ഫുൾ ഫ്ലെഡ്ജ് പോയില്ല, എന്നാലും ബേസിക് കവർ ചെയ്തു. ഓക്കെ, നൈസ്. അപ്പോൾ അതന്നെ ഗൈസ്, ഞാനും ഇനിയിപ്പം ഒരു ദിവസം ഇതിനു വേണ്ടി ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് നമുക്കിനി അടുത്ത എന്താണ് പരിപാടി നോക്കാം. ഇന്ന് എന്തായാലും രാവണപ്രഭു കാണാനുള്ള പ്ലാൻ ഉണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും വരും. ഇപ്പോൾ 9:00 എന്തോ ബുക്ക് ചെയ്തിട്ടുണ്ട്. കാർത്തിക് എല്ലാവരും ഉണ്ട്. അപ്പം നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അവർ വരുമ്പോൾ. ബൈ. ഓക്കേടാ, ബൈ ബൈ. പിന്നെ ഇട്ടിട്ട് ഞാൻ കയറട്ടെ. ബൈഡാ, അപ്പം കാണാം. അപ്പോൾ ശരി ഗൈസ്, അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് കാണിക്കുന്നു. അടുത്തതിന് കാർത്തിക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ബൈ. ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കാർത്തിക് വരുന്നതിനെ പിക്ക് ചെയ്യാനായിട്ട് നമ്മൾ നേരെ രാവണപ്രഭു റിലീസ് കാണാൻ പോവുകയാണ്. ഇവിടെ സെൻട്രൽ ടോക്കീസ് അങ്ങനെ എന്തോ തൃപ്പൂണിത്തറയിൽ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പം അവിടെ എല്ലാവരും വരുന്നുണ്ട്. കാർത്തി, അമ്മു, കണ്ണമ്പ്രോ, അനന്തു, ഷാരു, പിന്നെ ഞാൻ. സോ നമുക്ക് അവിടെ പോയിട്ട് എന്താണ് അവിടുത്തെ പരിപാടികൾ എന്ന് കാണാം. 150ാമത്തെ പ്രാവശ്യമാണ് ഞാൻ കാണുന്നത് ഈ പടം. ഇത് 151ാമത്തെ പ്രാവശ്യമായിരിക്കും മിക്കവാറും. സോ എന്തായാലും തിയേറ്ററിൽ കാണാൻ രസമായിരിക്കും. തിയേറ്ററിൽ കണ്ടിട്ടില്ല. സോ ദിസ് വിൽ ബി എ ഗുഡ് എക്സ്പീരിയൻസ്. ഫാൻസുമായിട്ട് കാണുന്നൊരു സുഖം വേറെ ആണല്ലോ. പിന്നെ കുറച്ച് പിസ്ത എടുക്കാൻ പറഞ്ഞു കാർത്തി. നോക്കട്ടെ, പിസ്ത കൊതിയൻ വരുന്നുണ്ട് ഗൈസ്. ഞാൻ പോയി പിസ്ത എടുത്തിട്ട് താഴോട്ട് കൂടെ കാണാം ഗൈസ്. കാർത്തി പോരും വിളിക്കാനായിട്ട്. അവന് പിസ്ത വേണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പെട്ടി നിറച്ചും പിസ്ത ആക്കി വെച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ ആൻഡ് സീ ഹിം ഗൈസ്. നേരെ സെൻട്രൽ ടോക്കീസിലോട്ട് പോകാം. സെൻട്രൽ ടോക്കീസിലാണ് ഇത് റിലീസ്. എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ഥലത്തുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ നമ്മളിവിടെ തൃപ്പൂണിത്തറ സെൻട്രൽ ടോക്കീസിലാണ് പോകുന്നത് കാണാൻ. നല്ല അലമ്പായിരിക്കും ഗൈസ്. ഫുൾ ഫാൻസും ബാളവും നല്ല വൈബിൽ കാണാം. സോ നമുക്ക് അങ്ങോട്ട് പോവാം. എന്നിട്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത് കാണാം. ബൈ ഗൈസ്. നമ്മൾ വ്ളോഗുകൾ തമ്മിൽ ഇത് പിസ്ത നീ പറഞ്ഞ അയ്യാടാ ഉണ്ടയാണ്. നീയാണ് പറഞ്ഞ് എന്നെ കൊണ്ട് വരുത്തിപ്പിച്ചത്. ഞാൻ സലിബ്രോടുത്ത് ചിലപ്പോ കുറച്ച് പിസ്താഷ്യോ എടുത്തോണ്ട് വരാൻ പറഞ്ഞു കാണാൻ സാധ്യതയുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ കാർത്തിക്കും സന്ദീപുമായിട്ട് റീയൂണൈറ്റ് ചെയ്തേക്കാണ്. സന്ദീപ് എന്തൊക്കെയുണ്ട്? എപ്പോ വന്നടാ? ഇന്നെത്തിയുള്ളൂ. ഓക്കെ, കാർത്തി എക്സൈറ്റഡ് ആണോടാ രാവണപ്രഭു കാണാൻ? എക്സൈറ്റഡ്. പിസ്താഷ്യോ ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അവന് വിശക്കണം തോന്നുന്നു. വിശപ്പ് നീ കഴിച്ചില്ലടാ ഒന്നും? ഷവർമ കഴിച്ചു. എനിക്ക് ഒരു കൊതി മനസ്സിലായി. സ്റ്റാർട്ടർ. അതെ അതെ. ഓക്കെ, അപ്പൊ നമ്മള് തിയേറ്റർ ഒന്ന് വഴി അറിഞ്ഞൂടാ ഗൈസ്. ആ നല്ല ഓളം ഉണ്ടാവണം. ഞാൻ അവിടെ ഏതോ ഒരൊറ്റ പടം ഞാൻ ശ്വാസം കൂടെ പോയി കണ്ടിട്ടുണ്ട്. എല്ലാ ഏത് പടം എന്റെ തലയിൽ വരുന്നില്ല. പക്ഷെ ഏതോ നല്ല ഒരു 4K പ്രൊജക്ഷൻ വേണ്ടിയിരുന്ന ഏതോ പടം. 4K ആണെന്ന് തോന്നുന്നു കേട്ടോ അവിടുത്തെ പ്രൊജക്ടറെ. അപ്പം ഞാൻ എന്തായാലും ഇപ്പൊ ഈ കാണുന്ന വെള്ളി വെളിച്ചം കാർത്തികിന്റെ LED സാധനമാണ് ഗൈസ്. ഉലാൻസിയുടെ സംഭവമാണ്. യെസ്. അപ്പം നമ്മൾ ആദ്യം തിയേറ്ററിലൊന്ന് പോയി കണ്ടുപിടിക്കട്ടെ ഗൈസ്. ഇപ്പൊ വഴി അറിഞ്ഞൂടാ. തിയേറ്ററിൽ എത്തിയിട്ട് നമ്മൾ തിരിച്ചു വരാം. അങ്ങനെ ഗൈസ് നമ്മൾ സെൻട്രൽ ടോക്കീസ് എത്തിയിരിക്കുകയാണ്.
ഓ ഇന്ന് കുറെ പേരുണ്ടല്ലോ. അനന്തു മോഹൻലാൽ ഫാൻസ് എല്ലാരും കൂടെ ഇറങ്ങിയിരിക്കുകയാണ്. ലാലേട്ടൻ ഫാൻസ് അസംബിൾ. അവിടെ വ്ളോഗ് എടുക്കുകയാണ് ഗൈസ്. നമുക്ക് ഇവിടെ എടുക്കാം. എന്തൊക്കെയുണ്ട്? നീയാണ് ലാലേട്ടൻ നമ്പർ 1 ഫാനാണ് ഗൈസ്. അവളാണ് എല്ലാം ഓർഗനൈസ് ചെയ്തതെന്ന് പറഞ്ഞാ. ആണോ? അപ്പൊ 2 ഫാൻസ്. അപ്പൊ ഇന്ന് മൊത്തം അലമ്പ് ഫുൾ സീനാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ അകത്ത് വരട്ടെ. കൂവാൻ കുറെ ആൾക്കാരെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ട്. ആരും ഒന്ന് കൂവിയേ. പോപ്കോൺ തൊണ്ടേ കൂടെ. പ്രാക്ടീസ് ഗോയിങ് ഓൺ. ഞാൻ വ്ളോഗ് ഓഫാക്കിയതിന് ശേഷം ഇതൊന്ന് കഴിഞ്ഞോട്ടെ. കൊള്ളാം വൈബ് എങ്ങനെയുണ്ട് പടം? വൈബ് എങ്ങനെയുണ്ട്? വൈബ് സൂപ്പർ ആയിരുന്നു അല്ലേ? തുള്ളൽ സ്ക്വാഡ് തളർന്നിരിക്കുന്നു. നരസിംഹം ഇറങ്ങാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്യണം കേട്ടാ. ഞാൻ നരസിംഹം വെയിറ്റ് ചെയ്യാം. നരം വരും, പക്ഷെ നരസിംഹമാണ് എപ്പിക്ക്. മമ്മൂക്കയും ലാലേട്ടനും രണ്ടുപേരും. ദാങ്കിനൊക്കെ ദില്ലെന്നുണ്ടല്ലോ. ദാങ്കിനൊക്കെ ഉണ്ട്. തിയേറ്റർ കത്തും. നമുക്ക് വിയറ്റ്നാം കോളിൽ തിരിച്ചു കൊണ്ടുവരാം. ദേവാസുരം തിരിച്ചു കൊണ്ടുവരാം. പറയുന്നുണ്ട്. എന്തോരം പടങ്ങളാണ്. നമുക്ക് ഒരുപാട് ഇനി ഇഷ്ടം. ഞാൻ നിങ്ങളെ തുള്ളൽ കണ്ടോണ്ടിരിക്കുകയാണ്. ശരി ഗൈസ്, എനിക്ക് പുറത്തിറങ്ങട്ടെ. ഗൈസ്, നമ്മൾ ചില്ലാക്സിൽ വന്നിരിക്കുകയാണ്. നൈറ്റ് ടൈം ഫുഡ് അടി എല്ലാവരും ഉണ്ട്. ഫുഡ് അടിക്കാൻ വന്നിരിക്കുകയാണ് വിത്ത് അമ്മു, കണ്ണൻ ബ്രോ, കാർത്തി, ചാരു, അനന്തു, അബി ആൻഡ് അവർ സന്ദീപ്. ഇതൊക്കെയാണ് ഇവിടുത്തെ ആംബിയൻസ്. ബൈക്കൊക്കെ മുകളിൽ കൊണ്ട് ഒരു ബൈക്കട പോലെയൊക്കെ തോന്നും. ബോൺവില്ലേ കാർത്തിയ ബോർഡൊക്കെ കളിക്കാൻ നോക്കുകയാണ്. അതൊക്കെ നമ്മൾ കുറെ ഫുഡൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അടിച്ചിട്ട് വീട്ടിൽ പോകണം. ഉറക്കം വരാം. ബൈ. രാത്രി ഒരു കട്ടൻ ചായ കുടിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കട്ടൻ ചായ കുടിക്കുന്ന സന്ദീപ്, കട്ടൻ ചായ കുടിക്കുന്ന അബി, നമ്മൾ 3 പേർക്കും നല്ല സ്ട്രോങ് കട്ടൻ ചായയാണ് കൈസ് വന്നേക്കുന്നത്. ഓ മാനിച്ചന്റെ കാട്ടയും മടവും കൈസ് സിപ്പടിച്ച് ഓ വായൊക്കെ പൊള്ളി എടുത്ത് ഞാപത്തത്തിന് കടുപ്പം കൂടിപ്പോയി. ഭയങ്കര കടുപ്പമായി പോയി കൈസ്. അതുകൊണ്ട് ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഉറക്കം പോകുന്നു എനിക്കാണോ, പക്ഷെ നല്ല ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്കൊരു സംശയം. എന്തൊക്കെയോ എനിക്കറിഞ്ഞൂടാ ഗൈസ്. ഞാനൊരു ഹോട്ട് ഡോഗ് കണ്ടോട്ടോ, അതും കൂടെ വരട്ടെ ഗൈസ്. ബൈ ഗൈസ്. ബട്ടർ ഗാർലിക് പ്രോൺസ് തബി ഓർഡർ ചെയ്തത് നമ്മൾ അടിച്ചു മാറ്റിയിരിക്കുകയാണ്. അല്ല, ഞാൻ ഓൾറെഡി എടുത്തടാ. ഓ
സൂപ്പർ ആട്ടാ, കൊള്ളാം. വളരെ സ്ട്രോങ് ഗാർലിക് ഫ്ലേവർ, പൊളി കേട്ടാ. ഒരു ഫുഡ് നൈസ് കേട്ടാ. ഞാൻ കുറെ നാളായി ചില്ലാക്സി വന്നിട്ട്. നൈസ് ഫുഡ് കേട്ടാ, കൊള്ളാം. രാത്രി വന്ന് കഴിക്കാൻ പറ്റുക. നൈസ് നൈസ്. എൻ്റെ ഹോട്ട് ഡോഗ് സാൻഡ്വിച്ച് വന്നിരിക്കുകയാണ്. കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. സ്വീറ്റ്നെസ് ഉണ്ട്, കുഴപ്പമില്ല. ചെറിയൊരു മധുരം ക്യാബേജിൻ്റെയും മയണൈസിൻ്റെയും. പക്ഷെ സോസേജ് കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. അത് നമ്മൾ വേറെ കുറെ സാധനം പറഞ്ഞിട്ടുണ്ട്, അത് വരട്ടെ ഗൈസ്. അങ്ങനെ ഫുഡ് വന്നിരിക്കുകയാണ് ഗൈസ്. ഒരു മാരകമായ പോളിംഗ് നടക്കുകയാണ്. ഫ്രൈഡ് റൈസ്, അഫ്ഗാനി ചിക്കൻ, അമ്മു എന്തൊക്കെ ഓർഡർ ചെയ്തത്, തന്തൂരി ചിക്കനോ, അഫ്ഗാനി, ഇത് ടിക്ക. ഞാനൊരു സാൻഡ്വിച്ച് വാങ്ങിച്ചായിരുന്നു ഗൈസ്, അത് ഞാൻ തിന്നത് എടുത്തു. ഇതൊന്ന് വിങ്സ്, അതും കൊള്ളാം. ഫ്രൈഡ് റൈസ് ആസ് യൂസ്വൽ. അപ്പം ഗൈസ് ഫുഡൊക്കെ കഴിച്ചു. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വരാം ഗൈസ്. ബൈ. അപ്പോൾ ഗൈസ് ഫുഡൊക്കെ അടിച്ച് നമ്മളിവിടെ നിന്ന് പോവുകയാണ്. എല്ലാവരും ഒരു ബൈ പറഞ്ഞിട്ട് നമ്മൾ ടാറ്റ അടിക്കുകയാണ്. ഓക്കെ, എന്റെ കൺമുന്നിൽ നിൽക്കുന്നവരല്ലേ, നീ എന്നാ മാറിക്കടി. ഫ്രണ്ടിൽ നിൽക്കുന്നവരെ ഞാൻ എടുത്തോളാം. ഇല്ലല്ല, ഞാൻ എന്നെ മുഖം വളരെ കുറച്ചേ കാണിക്കാറുള്ളൂ, ബാക്കിയുള്ളവരാണ് കാണിക്കുന്നത്. കുറച്ച് കഴിയുമ്പം എന്റെ മുഖമേ കാണൂല വ്ളോഗിൽ. നീ നോക്കിക്കോ, അതാണ് എന്റെ പ്ലാൻ. There will not be any face. വോയിസ് മാത്രം. That's the plan of my India. Okay guys, bye, take care. Good night. ഞാനും വരുന്നുണ്ടോ, എന്നെ കൊണ്ട് വിടണം. Okay guys, bye. അങ്ങനെ ഗൈസ് അവരെന്നെ വിട്ടിട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞിന്ന് അവിടെ വിട്ടാൽ മതി, ബിക്കോസ് അവർക്ക് ട്രിവാൻഡ്രം വരെ എത്താനുള്ളതല്ലേ. അതുകൊണ്ട് നമ്മൾ ഇന്ന് എന്തായാലും വീട്ടിലോട്ട് കയറട്ടെ. ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. അങ്ങനെ രാവണപ്രഭുവൊക്കെ കണ്ട് അടിച്ച് പൊളിച്ച് ഫുഡൊക്കെ അടിച്ച് ഫ്രണ്ട്സൊക്കെ അടിച്ചില്ലൊക്കെ ചെയ്ത് വീടെത്തിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് നാളെ കാണാം. ഗുഡ് നൈറ്റ്.